ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോസ്മറി വാട്ടർ ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. 2 മാസമായി ഇപ്പം ഉണ്ടാക്കിയിട്ട്. അല്ലേ, അതിൻ്റെ ഗ്രോത്തും അതിൻ്റെ ഒരു ഇത് റിവ്യൂ പറയാനായിട്ട് ഞാൻ വന്നേ. അവളെ മുടി കണ്ട, ഞാൻ ആ ഫസ്റ്റ് ഇട്ട ഫോട്ടോസൊക്കെ അവളെ ഗ്രോത്തിൻ്റെതായിരുന്നു. തീരെ മുടിയില്ലായിരുന്നു. പിന്നെ ഞാൻ കാച്ചി എണ്ണ തേച്ച് മുടി ഉണ്ടാക്കി കൊടുത്ത് ഇപ്പൊ റോസ്മറി വാട്ടർ തേച്ചതിന് ശേഷമുള്ള മുടിയാണ് കേട്ടോ. നന്നായിട്ട് തിക്നെസ്സും നല്ല ഷൈനിങ് ഒക്കെ ആയിട്ടുണ്ട്. ബേബി ഹെയർസ് വരുന്നതാണ്. അപ്പോൾ താരം നന്നായിട്ടുണ്ടായി, മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടോ. അപ്പോൾ അവളെ മുടി ഇപ്പം ഞാൻ കട്ട് ചെയ്തായിരുന്നു 2-3 ദിവസം മുന്നേ. കട്ട് ചെയ്യുന്തോറാണ് അതിൻ്റെ ഗ്രോത്ത് കൂടുകയെന്ന് പറയുന്നത്. കട്ട് ചെയ്തായിരുന്നു. പിന്നെ ഒരു മാസത്തോളമായിട്ട് അവൾക്കും തേച്ച് കൊടുക്കുന്നുണ്ട് ഈ റോസ്മറി വാട്ടർ. അപ്പോൾ അവളത് ഉള്ള് ഇല്ലാത്ത മുടിയായിരുന്നു. അപ്പോൾ ഉള്ളൊക്കെ ഇപ്പോൾ വരൽ തുടങ്ങി കേട്ടോ. ഇത് തേച്ചതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ 2 ബോട്ടിലും ഞാൻ ഉണ്ടാക്കിച്ചാൽ രണ്ടാമത്തെ ബോട്ടിലാണിത്. കഴിഞ്ഞു തുടങ്ങി. പിന്നെ ഏതായാലും ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇത് എൻ്റെ മുടിയാണ്. എനിക്ക് നന്നായിട്ട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ചെറിയ ചെറിയ ബേബി ഹെയർസ്, അതുപോലെ മുടി എൻ്റെ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ് ചെയ്ത് പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയായി വരൽ തുടങ്ങി കേട്ടോ. പോയി പൊട്ടിപ്പോയ മുടികളൊക്കെ പോയി. രണ്ടാമത് നല്ലത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഞാൻ റോസ്മറിയും 2 ഇത്തിരി ഉലുവി എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തുക്കളൊക്കെ അതിൽ ഇറങ്ങിയതിന് ശേഷം തണുപ്പിക്കാൻ വെക്കും. എന്നിട്ട് ഞാൻ ബോട്ടിലാക്കി തേക്കാറാണ് പതിവ്. അപ്പോൾ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. കുട്ടിക്കായാലും എനിക്കായാലും. അപ്പോൾ ഹസ്ബൻഡും തേച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹസ്ബൻഡ് ഇപ്പോൾ ചുരുക്കി 2 ആഴ്ച ആയിട്ടുള്ളൂ തേക്കൽ തുടങ്ങിയിട്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ നല്ല പോലെ നന്നായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളാണ് ഇപ്പോൾ വീട്ടിൽ തേച്ചുകൊണ്ടിരിക്കുന്നത്. മോൾക്ക് പിന്നെ തേച്ച് കൊടുക്കാറില്ല. അവന് അത്യാവശ്യം കട്ടിയുള്ളൊരു മുടിയാണ്. മോളുടെയായിരുന്നു തീരെ കട്ടിയില്ലാത്ത സ്മൂത്ത് ചെയ്ത പോലത്തെ മുടിയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ശരിയായി വരുന്നുണ്ട്. നല്ല കട്ടി വരുന്നുണ്ട് മുടി കേട്ടോ. അതായതൊക്കെ എല്ലായിടത്തും തേച്ചിട്ട് മസാജ് ചെയ്യലാണ് ഞാൻ. അവൾക്കായാലും നൈറ്റാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ്. ഞങ്ങൾ നൈറ്റാണ് ചെയ്യാറ്. ഹസ്ബൻഡ് പിന്നെ 2 നേരം തേക്കുന്നുണ്ട്. ഹസ്ബൻഡിന് ഉൾവശമൊക്കെ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 നേരം തേക്കുന്നുണ്ട്. ഹസ്ബൻഡിനെ അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെതും ഉൾവശമൊക്കെ കണ്ടു തുടങ്ങിയായിരുന്നു. എൻ്റെതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവളതും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അവളത് താരനൊക്കെ ഉണ്ടായിട്ട് നല്ല മുടി നമ്മൾ കണ്ണാട പോലെ കാണാമായിരുന്നു. പുറത്തോട്ടൊക്കെ ഇങ്ങോട്ട് ആകാശമൊക്കെ നോക്കി ആകാശം കാണുന്ന ഈ രീതിയിലായിരുന്നു അവളെ മുടി. ഇപ്പോൾ അതെ നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കണൊക്കെ നിൽക്കാൻ മറക്കരുത്. എന്നാലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് പുതിയ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.